ഓം ഹരിശ്രീ ഗണപതിയേ നമ. എല്ലാവർക്കും ശ്രീനാരായണ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വ്യാഴം ഈ ഒക്ടോബർ 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ്. കഴിഞ്ഞ മെയ് മാസമാണ് വ്യാഴം മിഥുന രാശിയിൽ സംക്രമണം ചെയ്തതെങ്കിലും അതിചാരം വഴി വെറും 49 ദിവസത്തേക്കാണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് എത്തിച്ചേരുന്നത്. വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടകൻ രാശി. അതുകൊണ്ട് തന്നെ പൂർണ്ണ ബലത്തോടെയാണ് വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ നൽകുന്നത്. എല്ലാ രാശിക്കാർക്കും ഈ ഒരു സന്ദർഭത്തിൽ ഗുണാനുഭവങ്ങൾ കിട്ടുവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാഴം അതിൻ്റെ മിത്രക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശിമാറ്റം വഴി വന്ന അവസ്ഥയിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി മേടൻ രാശിയാണ്. മേടൻ രാശിയിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം അടങ്ങിയ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് മേടൻ രാശിയിൽപ്പെട്ടവർക്ക് ഇപ്പോൾ 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. ഇതുവരെ 3-ാം ഭാവത്തിലുണ്ടായിരുന്ന വ്യാഴം അത്ര ഗുണകരമായിരുന്നില്ല. ഇപ്പോൾ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നത് അവർക്ക് ഗുണം ലഭിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. 4-ാം ഭാവത്തിൽ വ്യാഴം എത്തുന്നത് വഴി അവർക്ക് കുടുംബപരമായി സമാധാനവും ഐക്യവും എല്ലാം ഉണ്ടാവുന്നതും ധനപരമായി നേട്ടമുണ്ടാവുന്നതുമാണ്. മാത്രമല്ല അവരുടെ 12, 10, 8 ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അവർക്ക് ഈ സമയത്ത് അത്യധികം ഗുണകരമാണ്. അവരുടെ 12-ാം ഭാവമായ വ്യയസ്ഥാനത്ത് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അധിക ചിലവുകൾ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം കുറഞ്ഞു കിട്ടുന്നതിനും പണം നീക്കിയിരിപ്പിന് സാധ്യത കാണുന്നതുമാണ്. മാത്രമല്ല ധന ആഗമനം ഉണ്ടാവുന്നതിനുള്ള ഒരു അവസരം കൂടി അവർക്കുണ്ടാവുന്നു. അവരുടെ 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് തൊഴിൽപരമായി അവർക്ക് പുരോഗതി ഉണ്ടാവുന്നതും തൊഴിൽ നേട്ടമുണ്ടാവുന്നതും തൊഴിൽപരമായി ധനലാഭം ഉണ്ടാവുന്നതുമാണ്. തൊഴിലിൽ സ്ഥാനഭ്രംശം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അത് പ്രൊമോഷൻ വഴിയുള്ള സ്ഥാനഭ്രംശമായിരിക്കുവാനാണ് അധികവും സാധ്യതയുള്ളത്. മാത്രമല്ല അവരുടെ 8-ാം സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഇതുവരെ ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ 4-ാം ഭാവത്തിൽ, അതായത് കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉള്ളത് മേടക്കൂറുകാർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴം എത്തിയിരിക്കുന്നത്. 3-ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന് അത്ര ഗുണകരമായ ഒരു സ്ഥാനമല്ല, ശുഭസ്ഥാനമല്ല 3-ാം ഭാവം. എങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ആയ അവസ്ഥയിൽ തീർച്ചയായും അവർക്ക് ഗുണഫലങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ളത്. 3-ാം ഭാവത്തിൽ അവർക്ക് കുടുംബപരമായി സൗഖ്യമുണ്ടാകുവാനും ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും തടസ്സം മാറി കിട്ടുവാനും വാക്കിന് വിലയുണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. 7-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അവർക്ക് ഏറെ ഗുണകരമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവാനും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കാരണം 7-ാം ഭാവത്തിലേക്ക് സർവേശ്വരൻ്റെ ദൃഷ്ടിയുള്ളത് ഇവർക്ക് ഏറെ ഗുണകരമാണ്. ഭാഗ്യസ്ഥാനമായ 9-ലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുവാനും ധനനേട്ടമുണ്ടാകുവാനും ഏർപ്പെടുന്ന ജോലികളിൽ നിന്നും ധനവരവുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. 11-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ലാഭസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവർക്ക് ചെയ്യുന്ന ജോലികളിൽ ലാഭം കൂടുതൽ ഉണ്ടാകുവാനും നഷ്ടമില്ലാതെ പോകുവാനും സാധ്യത കാണുന്നു. ഈ 49 ദിവസം ഇടവൻ രാശിക്കാർക്ക്
അത്യധികം ഗുണകരമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അടുത്തത് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങൾ മകേരം അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർത്തം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 2-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. ധനസ്ഥാനത്തേക്കാണ് വ്യാഴം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായി വളരെയധികം നേട്ടമുണ്ടാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ധനനേട്ടവും ധനാഗമനവും എല്ലാം ഉണ്ടാവുന്ന സമയമാണ് ഈ 49 ദിവസം എന്ന് പറയാം. മാത്രമല്ല അവരുടെ 6ലേക്കും 8ലേക്കും 10ലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ശത്രുനാശം ഉണ്ടാവുന്നതിനും വ്യവഹാരത്തിൽ വിജയം ഉണ്ടാവുന്നതിനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. ആയുസ്സുപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതിനും രോഗാരിഷ്ടതകളിൽ നിന്ന് മുക്തി നേടുവാനും സാധ്യത കാണുന്നുണ്ട്. കർമ്മമേഖല പുഷ്ടിപ്പെടുവാനും കർമ്മപരമായി പുരോഗതി ഉണ്ടാകുവാനും പുതിയ ജോലി ലഭിക്കാനും ഉള്ള ജോലികളിൽ പ്രമോഷൻ നേടുവാനും പുതിയ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ ഈ സമയത്ത് അവർക്ക് സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്ക് സ്വന്തം രാശിയിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറെ ഗുണകരമാണ്. 1-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് ചാരവശാൽ ഗുണകരമല്ല എങ്കിലും കർക്കിടകം അതിൻ്റെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് തന്നെ വ്യാഴം സ്വന്തം രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഏറെ അനുഭവങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകൂറുകാർക്ക് ജന്മത്തിൽ തന്നെ വ്യാഴം വരുന്നത് അവരുടെ ആരോഗ്യപരമായ പുരോഗതിക്കും അതേപോലെ തന്നെ ഇവർക്ക് 5, 7, 9 ഭാവത്തിലാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സന്താനപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുവാനും സന്താന ലാഭം ഉണ്ടാകുവാനും സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാകുവാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. കൂടാതെ അവർക്ക് ധനപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതിനും ജോലിയിൽ ഉന്നതി ഉണ്ടാവുന്നതിനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ. പൊതുവെ പറഞ്ഞാൽ കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം വഴി വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യത്തെ പാദം ഇവ അടങ്ങിയ ചിങ്ങൻ രാശിക്കാർക്ക് 12-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. 12-ാം ഭാവം വ്യാഴത്തിന് അത്ര നല്ല സ്ഥാനമല്ല. വ്യയസ്ഥാനമായതുകൊണ്ട് തന്നെ അധിക ചിലവ് കൂടുതലുണ്ടാവുന്ന ഒരു സമയമാണ് വ്യാഴം 12-ാം ഭാവത്തിൽ വരുന്നത്. എന്നാൽ ഈ സമയത്ത് സർവേശ്വരനായ വ്യാഴം സ്വന്തം ഉച്ചക്ഷേത്രത്തിൽ വന്ന സ്ഥിതിക്ക് ഇവർക്ക് അധിക ചിലവ് ഉണ്ടാകാതെ സന്ദർഭമായിരിക്കും വന്നു ചേരുക. ധനലാഭമുണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക. ചിങ്ങക്കൂറിലെ 4, 6, 8 ഭാവങ്ങൾ വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും ശത്രു പരാജയത്തിനും ശത്രു ഹാനിക്കും വ്യവഹാര വിജയവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ തീർന്നു കിട്ടുന്നതിനും അതേപോലെ തന്നെ വ്യവഹാര വിജയം ഉണ്ടാവുന്നതിനും മാത്രമല്ല ആരോഗ്യപരമായി പുരോഗതി ഉണ്ടാകുന്നത് ഏതെങ്കിലും രോഗമോ കഷ്ടതകളോ അനുഭവിക്കുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടുന്നതിനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിലെ ഉത്രത്തിന് മുക്കാല്, അത്തം, ചിത്തിര ആദ്യത്തെ 2 പാദം അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ 11-ാം ഭാവത്തിലാണ്, അതായത് ലാഭസ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. വ്യാഴം ലാഭസ്ഥാനത്ത് എത്തുന്നത് 11-ാം ഭാവത്തിലെത്തുന്നത് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരാം. ജോലി സംബന്ധമായിട്ടുള്ള നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതേപോലെ തന്നെ ബിസിനസ്, മറ്റ്
ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇതിൽ ലാഭവും നേട്ടവും ഉണ്ടാകുവാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ധനപരമായ നേട്ടവും ധനാഗമനവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരാം. കന്നിക്കൂറുകാർക്ക് 3, 5, 7 ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഇവർക്ക് കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാവുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാവുകയും ധനാഗമനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അവയൊക്കെ മാറിക്കിട്ടുന്നതും രമ്യതയിൽ പോകുന്നതും കുടുംബ സൗഖ്യം ഉണ്ടാവുന്നതും ഒക്കെയാണ്. ഇതുവരെ പറഞ്ഞ കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോൾ മേടക്കൂറ് മുതൽ കന്നിക്കൂറ് വരെയുള്ള രാശിക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് എന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം വഴി ഗുണാനുഭവങ്ങൾ അതിൻ്റെ പൂർണ്ണതോതിൽ കിട്ടുന്നതിനും ദോഷഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു വചനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഓം നമോ നാരായണായ എന്ന് ജപിക്കുക, നെയ്വിളക്ക്, തുളസിമാല എന്നിവ സമർപ്പിക്കുക, യഥാവിധി വഴിപാടുകൾ നടത്തുക എന്നിവ ചെയ്താൽ ഈ സമയത്ത് അത്യധികം ഗുണകരമായിരിക്കും.